എലാസ്റ്റിക് പോലെ വലിയുന്ന ഈ ഒരു ഐറ്റം ആണ് മംഗലാപുരം അലുവ. പപ്പ മംഗലാപുരം പോയപ്പോൾ ഇവയ്ക്ക് വേണ്ടി സ്പെഷ്യലായി കൊണ്ടുവന്നതാണ് ഈ മുതല്. പക്ഷേ ഇന്നത്തെ കഥ അലുവയെ പറ്റിയല്ല, ഫ്ലാഷ് ബാക്ക്. ഞാനും മേരി മാർഗരറ്റും പോകുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ കോഫി ഷോപ്പ് അല്ല ആ സ്ഥലം. ഈ 2 കാപ്പിയും ഫ്രഞ്ച് ഫ്രൈസും ഒന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, മൊത്തം ഇവയ്ക്ക് മോന്താനായിട്ടാ. ഈ കോഫിയിൽ എന്ത് മാജിക് ആണ് ഉള്ളതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് കോഫി ഷോപ്പിന്റെ വൈബ് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്, ഫിഷ് ഹബ്. മലയാളത്തിൽ പറഞ്ഞ മീൻകട. ഈ തട്ടിൽ വെച്ച മീനൊന്നും മൈൻഡ് ചെയ്യാതെ വല്യമ്മ നേരെ സ്വന്തം വീട് പോലെ കയറി പോണത് ലൈവ് ഫിഷ് നോക്കാൻ വേണ്ടിയിട്ടാ. പൊതുവേ വെജിറ്റേറിയൻ ആണെന്ന് പറയെങ്കിലും ഷീസ് എ ഫിഷിറ്റേറിയൻ, മലയാളത്തിൽ പറഞ്ഞ മീൻ കൊതിച്ചി. അങ്ങനെ നമ്മളൊരു കാളാഞ്ചി സെറ്റാക്കി. ഈ ചേട്ടനാട്ടോ നമുക്ക് മീൻ റെഡിയാക്കി തരുന്നത്. ഇവിടെ 2 ചേച്ചിമാരുണ്ട്, പക്ഷെ അവരിന്ന് ലീവാണ്. ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തായിരുന്നു. കൊടുങ്ങല്ലൂരത്തെ എല്ലാ കാക്കകളും ഇന്ന് കൃഷ്ണൻകോട്ട വന്നിട്ടുണ്ട്. ബൈ ദ ബൈ, ഈ സ്ഥലത്തിന്റെ പേരാട്ടോ കൃഷ്ണൻകോട്ട. ഇങ്ങനെയുള്ള കപ്പേള ശരിക്കും വഞ്ചിയിലും ബോട്ടിലൊക്കെ പോകുന്നവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കട്ട് ചെയ്ത് കിട്ടി. മീൻകറി കഴിക്കാലോ എന്നുള്ള സന്തോഷമാണ് ഇവയ്ക്ക്. കൊന്നാ പാപം തിന്നാ തീരുന്നാണല്ലോ. അപ്പൊ ആ പാപം തീർക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നടക്കണത്. മീൻകറിയും ചോറെന്ന് പറയുന്നത് ഒരു 1.5 കോംബോ ആണ്. ചോറുണ്ട് കഴിഞ്ഞ് ബാക്കി വരണ മീൻകറി ഇതുപോലെ കുടിക്കണം. അപ്പോഴേ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ, ആ കംപ്ലീറ്റ് ഫീല് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കഥകൾ തുടരുന്നു.